എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹെർബാലൈഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിലിരുന്ന് കാണണം. ഡിസിഷനൊക്കെ നിങ്ങളുടെയാണ്, പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹെർബാലൈഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്, അതായത് അമേരിക്കയിലെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ ഞാൻ തന്നെ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് വ്യക്തമാക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരും ഇതിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ വ്യക്തമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പേര് പോലും അവർ ലേറ്റസ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്തത്. ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ വേർഡ് മുന്നേ ഇല്ലായിരുന്നു. ഹെർബാലൈഫ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു ഈ കമ്പനിയുടെ പേര്. പക്ഷേ കൂടുതൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത ഒരു വേർഡാണ് ഈ ന്യൂട്രീഷൻ. എന്നാൽ ഇതൊരു ന്യൂട്രീഷണൽ കമ്പനിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും. ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഉദ്ദേശിച്ച് ഒരു കമ്പനി ആക്കിയെടുക്കണമെന്ന ഉദ്ദേശത്തോടെ മാത്രം തുടങ്ങിയ ഒരു കമ്പനിയാണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നുവെന്ന് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാകും. ഈ ആർട്ടിക്കിളിൽ തന്നെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ ചാർജ് ഈസ് ക്ലിയർ, സെയിൽസ് ഗ്രോത്ത്, മാർജിൻ എക്സ്പാൻഷൻ ആൻഡ് മാക്സിമൈസിങ് ഷെയർ ഹോൾഡർ വാല്യൂ, സെറ്റ് മൈക്കിൾ ജോൺസൺ. ഈ മൈക്കിൾ ജോൺസൺ എന്ന് പറഞ്ഞ ആൾ പുതിയതായിട്ട് ഈ മാർക്കറ്റിംഗ് ഹെഡിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ കമ്പനി ചെയർമാനായിട്ട് അധികാരം ഏറ്റ ഒരാളാണ്. അപ്പോൾ പുള്ളി പറയുന്നത്, ഞങ്ങളുടെ എയിം വളരെ കൃത്യമാണ്, ഗ്രോത്ത്, അതായത് വളർച്ച ഉണ്ടാക്കുക, അതിൽ മാർജിൻ ഇമ്പ്രൂവ് ചെയ്യുക. അതിനവർ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ടുഗദർ വിത്ത് അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹെർബാലൈഫ് ഈസ് ഓൺ ദ പാത്ത് ടു ബിക്കമിംഗ് ദ ഗ്ലോബൽ പ്രീമിയർ ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി, കമ്മ്യൂണിറ്റി ആൻഡ് പ്ലാറ്റ്ഫോം. ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെ ഇവരുടെ ഗ്രോത്ത് മാക്സിമം ഉയർത്തുക എന്ന് പറയുന്ന ഒരു എയിമാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ ആൾക്കാരുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അതല്ല അവരുടെ മെയിൻ അജണ്ട. അതായത് കമ്പനിയുടെ ഗ്രോത്ത് കൂട്ടുക എന്നുള്ളതാണ് ഈ പറയുന്ന ചെയർമാൻ, പുതിയ ആൾക്കാരുടെ അജണ്ട എന്ന് പറയുന്നത് പോലും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് കമ്പനിയുടെ എയിം? ആരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യാനോ അതൊന്നുമല്ല. കമ്പനിക്ക് എയിം എന്ന് പറയുന്നത് അവരുടെ വളർച്ച തന്നെയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഈസ് നോട്ട് എ ഡ്രഗ്. ഓക്കെ, അതൊരു ഡ്രഗ് അല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതൊരു ഡ്രഗ് ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. റിമെമ്പർ ടു കൺസൾട്ട് യുവർ ഫിസിഷ്യൻ ബിഫോർ യു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡയറ്റ് ഡ്യൂറിങ് മെഡിക്കലി സൂപ്പർവൈസ്ഡ് വെയ്റ്റ് ലോസ്. അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിനോ ആണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് കമ്പനി തന്നെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻ പോലെ എല്ലാവരിലും അറിയിക്കുന്ന രീതിയിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഈ പറയുന്ന വെൽനസ് കോച്ച് എന്ന് പറയുന്ന നിങ്ങളായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും എന്നാൽ ഇവരുടെ സൈറ്റിലേക്ക് ഇവർ അപ്ലോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവരുടെ അജണ്ട വ്യക്തമാക്കുന്നതും രണ്ട് രീതിയിലാണ്. നിങ്ങളെ ഒരു സ്ലീപ്പർ സെൽസ് പോലെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സ്ലീപ്പർ സെൽസ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, അതായത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇവരുടെ സ്ലീപ്പർ സെൽസുകൾ ഉണ്ട്. അതായത് ഇവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചാവേറുകളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഈ കമ്പനി ഉപയോഗിക്കുന്നത് ഒരു സ്ലീപ്പർ സെല്ലിനെ പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കമ്പനിയുടെ അജണ്ട ഗ്രോത്താണ്. ആ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ആയുധം അല്ലെങ്കിൽ ആ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരും ഇത് അറിയാതെയാണ് അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു MLM മാർക്കറ്റിംഗ് കൂടെ ആകുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ നിങ്ങളെ ഒരു ചാവേറിനെ പോലെയാണ് യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴും എന്നോട് ചോദിക്കുന്നത്, ഇത് തന്ന ക്ലബിനെതിരെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. അവർ തരുന്ന രീതി ശരിയല്ല എന്നും അവർ തരുന്ന ഡോസേജ് ശരിയല്ല എന്നും അല്ലെങ്കിൽ അവർ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള എവിഡൻസുകൾ ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലബ്ബിൽ നടത്തുന്ന ആൾക്കാർക്കെതിരെയാണ് അവരുടെ തീരുമാനങ്ങൾ വരാൻ പോകുന്നതും ഈ ക്ലബിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഈ കമ്പനി ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാ പ്രശ്നങ്ങളും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ തലയിലിട്ട് കമ്പനി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളൊരു സ്ലീപ്പർ സെല്ലിനെ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളിൽ പലരും ഇതറിയത്തില്ല, ഇതെന്താണ് നടക്കുന്നതെന്ന്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നൽകി ഇതൊരു ഫുഡാണെന്ന് ഫേക്ക് പ്രൊമോഷൻ നൽകി നിങ്ങളെക്കൊണ്ട് നിങ്ങൾ അറിയാതെ ചെയ്യിക്കുന്നതാണ്. എന്നാൽ ഇതൊരു ഫുഡല്ല എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്താനായിട്ട് പറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതും ഞാൻ ഈ സംസാരിക്കുന്നതുമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത്
സെയിൽസ് ഗ്രോത്ത് ഒരു 2015 മുതലുള്ള സെയിൽസ് ഗ്രോത്ത് ഒരു ഗ്രാഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഗ്രാഫായിട്ട് തന്നെയുണ്ട്. അതായത് ഇതിൽ ഏഷ്യ പസഫിക്കിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ വളരെ ഗ്രാജുവലി മൂവ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത് ആ സമയത്ത് പോലും ഏഷ്യ പസഫിക്കാണ്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഇത് മനസ്സിലാവും. ഒരു 2020 ശേഷം നിങ്ങൾക്ക് ചൈനയുടെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2020 വരെ ചൈനയുടെ ഗ്രാഫ് മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം മേളിലോട്ട് ഗ്രോത്ത് കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2020 ശേഷം ചൈനയുടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെർബാലൈഫിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഗ്രോത്തിൻ്റെ വളർച്ച വളരെ, അതായത് ഉണ്ടായിരുന്നതിൽ ഒരു പകുതിയിൽ താഴെയായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് 2020 ഈ കമ്പനി ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കറപ്ഷൻ ചൈനയിൽ ചെയ്തതായിട്ട് അറിവുണ്ട്. അതായത് അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി അവർ ബ്രൈബ് ചെയ്തു, അതായത് കറപ്ഷൻ നടത്തി എന്നുള്ള തെളിവാണ് ഈ പറയുന്ന ഗ്രോത്ത് ഇത് ഇത്രയും താഴ്ചയിലേക്ക് വരാനായിട്ട്. പിന്നെ ചൈന പോലുള്ള രാജ്യത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ തിരിച്ചറിവ് കൂടുതലാണ്. ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണക്കാരനാവാം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന ഒരു പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള MLM കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇത്രയും അധികം ഫ്രൂട്ട്ഫുൾ ആവാനുള്ള കാര്യം. അപ്പോൾ ചൈനയിലെ ആൾക്കാർ ഇത് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഗ്രോത്ത് വളരെയധികം ഇടിയുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണ് ഈ കമ്പനി എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതിനുള്ള ഉദാഹരണങ്ങൾ മനസ്സിലാവുന്നത്. ഇവരുടെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിൽ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയാണ് ഇവരുടെ നമ്പർ 1 കൺസ്യൂമർ എന്ന് ഇവർ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് ഇവരുടെ. അതിൻ്റെ റീസൺ ഞാനീ പറഞ്ഞതാണ്. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ പട്ടിണി പാവങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് പണക്കാരനാവാൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും ആരും തള്ളിക്കളയില്ല. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അതും കൂടെ ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് അമേരിക്കയിലെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതും മെഡിക്കൽ റിസർച്ചുകൾ നടക്കുന്നതുമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ. അത് അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രസിദ്ധീകരണം, അതായത് ഈ ഹെർബാലൈഫ് കഴിച്ച് ലിവർ ടോക്സിസിറ്റി വന്നതും മറ്റനവധി ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഇവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് കേട്ടിരിക്കണം. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഹെർബാലൈഫ് എന്ന് പറയുന്ന വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് മാനുഫാക്ചറാണ്. പക്ഷേ ഇവർക്ക് ഇത് കൂടാതെ തന്നെ നിരവധി പ്രോഡക്റ്റുകളുണ്ട്. അതായത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി, ഹാർട്ട് ഹെൽത്തിന് വേണ്ടി, പേഴ്സണൽ കെയറിന് വേണ്ടി, എനർജി അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി, ജനറൽ ഹെൽത്തിന് വേണ്ടി, ഇങ്ങനെ പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഇവർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെന്തുകൊണ്ടല്ല എന്നുള്ളതിന് റീസണും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുകൂടാതെ ഈ പ്രോഡക്റ്റ് കഴിച്ച് നിരവധി അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടുള്ളതും ഒരുപാട് ലിവർ ഇഞ്ചുറി വന്നിട്ടുള്ള ആൾക്കാർ ഹെർബാലൈഫ് പ്രോഡക്റ്റ് കഴിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ഈ പറയുന്ന ആർട്ടിക്കിളിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക് ഇൻഗ്രീഡിയൻസ് ഇൻ ദ വേരിയസ് ഹെർബാലൈഫ് പ്രോഡക്റ്റ് ദാറ്റ് മൈറ്റ് കോസ് ലിവർ ഇഞ്ചുറി ഹാവ് നോട്ട് ബീൻ ഐഡൻറ്റിഫൈഡ്. അതായത് ഒരു കഴിക്കുന്ന ആൾ ഒരു പ്രോഡക്റ്റ് അല്ല കഴിക്കുന്നത്. നിരവധി ഹെർബാലൈഫ് പ്രോഡക്റ്റ് ഒരുമിച്ചൊരു മിശ്രിതം പോലെയോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് കാരണമാണ് ഈ ലിവർ ഇഞ്ചുറി വന്നത് എന്ന് കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് ഇത് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത് ഡോക്ടേഴ്സിന് പോലും ഏത് പ്രോഡക്റ്റിൻ്റെ ഏത് കണ്ടൻറ്റ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്, ലിവർ ഇഞ്ചുറി ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല, അത് വളരെ സ്ലോലി മാത്രമേ ശരീരത്തിൽ കാണിക്കാറുള്ളൂ എന്നുള്ളതും വേറൊരു സത്യം കൂടെയാണ്. പിന്നെ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ലിസ്റ്റ് ചെയ്യാത്തതായിട്ടുള്ളതും ഒരുപാട് കണ്ടൻസാണ്, ഹെർബൽ കണ്ടൻസും കൂടെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പല പ്രോഡക്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വേറൊരു സത്യമാണ്. ഇനി ഹെപ്പാറ്റോടോക്സിസിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതായത് ഇത് ആദ്യമായിട്ട് കാണപ്പെടുന്നത് ഈ ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഹെർബാലൈഫ് പ്രോഡക്റ്റ് കഴിച്ച് ആദ്യമായിട്ട് ലിവർ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്പെയിനിലും ഇസ്രായേലിലും, അത് മാത്രമല്ല ലാറ്റിൻ അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ്, അമേരിക്ക എന്ന് പറഞ്ഞ നിരവധി രാജ്യങ്ങളിൽ കൂടെയാണെന്ന് ഈ പറയുന്ന ആർട്ടിക്കിളിൽ തന്നെ ആദ്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് 50 ഇൻസ്റ്റൻസസ് ഓഫ് ക്ലിനിക്കലി അപ്പാരന്റ് ലിവർ ഇഞ്ചറി ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ പേഴ്സൺസ് ടേക്കിംഗ് ഹെർബാലൈഫ് പ്രോഡക്റ്റ്. ഈ പറയുന്ന രാജ്യങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഏകദേശം ഒരു 50 ആൾക്കാർക്കെങ്കിലും അപ്പാരൻ്റ്ലി ലിവർ ഇഞ്ചറി വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ആർട്ടിക്കിൾ പ്രകാരം വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഈ ഓരോ ആൾക്കാരിനും പല രീതിയിലാണ് ഈ പറഞ്ഞ പോലെ ലിവർ ഇഞ്ചറി ഉണ്ടാകുന്നത്. അതായത് ചില ആൾക്കാർക്ക് ഇത് 1 മാസം മുതൽ 1 വർഷം വരെ ആയിരിക്കാം, ചില ആൾക്കാർക്ക് 2 മാസം മുതൽ 9 മാസം വരെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ഇവരുടെ ലിവർ ഇഞ്ചുറിയുടെ ആ ഒരു ഡ്യൂറേഷൻ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചത്. മാത്രമല്ല
ഈ ലിവർ ഇഞ്ചറിയുടെ കൂടെ തന്നെ സൈനുസോയിഡൽ ഒബ്സ്ട്രക്ഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് നിരവധി അസുഖങ്ങളും കൂടെ ഇതിനകത്ത് ഈ പറയുന്ന ആൾക്കാരിൽ ചിലർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ഈ പറയുന്ന ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലിവർ ഇഞ്ചറി കോസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്നോ അതിലെ പ്രോഡക്റ്റിൻ്റെ കണ്ടൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി പാടായിട്ടാണ് ഇവർക്ക് മനസ്സിലായത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ 12ഓളം ഹെർബാലൈഫ് പ്രോഡക്റ്റ് ഉപയോഗിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കണ്ടൻറ്റ് കഴിച്ചിട്ടാണ് ഈ ലിവർ ടോക്സിസിറ്റി ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ പോലും അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലിവർ ഇഞ്ചറിയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതായത് ഏത് പ്രോഡക്റ്റ് ആണെന്ന് നോട്ടീസ് ചെയ്യണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും ഹെർബൽ സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന ഹെർബാലൈഫിൻ്റെ. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ആൾക്കാരിലേക്ക് കൊടുക്കാനായിട്ട്. നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ സെല്ല് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത് പിടിക്കപ്പെടാത്തത് എന്നുള്ളത്. അത് വെറും ഒരു ലൂപ്പ് ഹോൾ നമ്മുടെ നിയമത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയും നാളും പിടിച്ചു നിന്നത്. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഈ ഹെർബൽ അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫുഡായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് FDA അപ്രൂവൽ വേണ്ട എന്നുള്ളൊരു നിയമം അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. 1994 ഡയറ്ററി സപ്ലിമെൻറ്റ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമാണ് അത് ആ ഒരു നിയമം നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ FDA കൂടുതൽ ആക്ഷൻസ് എടുക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ 2007 വേറൊരു നിയമം പാസ്സാക്കുകയും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്തണമെന്ന് FDA തന്നെ ചുമതലപ്പെടുത്തുകയും ഉണ്ടായി. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ FDA ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ പരിശോധിച്ച് ഇത് മാർക്കറ്റിൽ നിന്നും പിൻവലിക്കാനുള്ള ഒരു അധികാരം FDA കിട്ടുകയുണ്ടായി. പക്ഷേ അവിടെയാണ് ഈ 2007 ആയപ്പോഴേക്കും തന്നെ ഈ കമ്പനി വളരെ വലിയ രീതിയിൽ തഴച്ചു വളരുകയും സാമ്പത്തികമായിട്ട് വളരെ വലിയൊരു വളർച്ച ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളും കോർട്ടിൽ ഫൈൻ അടച്ച് ഡീൽ ചെയ്യുന്ന ഒരു പ്രവണതയുമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിൽ വലുതായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് FDA ഇതിനെതിരെ കൂടുതലായിട്ട് ആക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറിയത്. എന്നാൽ ഈ പ്രോഡക്റ്റ് ഒരു നല്ല പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും പ്രശ്നങ്ങളാണ് ഈ പ്രോഡക്റ്റിനകത്തുള്ളത്. അത് മാത്രമല്ല ഈ ഡയറ്ററി സപ്ലിമെൻറ്റ്സിൽ നിന്ന് ഇവർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പലതരം ഈ പറഞ്ഞ പോലെ ഹെർബൽസിൽ നിന്നും പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന പല ഹെർബൽസും നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട സാധനമാണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊക്കെയുള്ള എക്സാമ്പിൾസ് അതിനൊക്കെയുള്ള സൈഡ് എഫക്ട്സും അതിനൊക്കെയുള്ള പ്രശ്നങ്ങളുമാണ് ഈ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ലിവർ ടോക്സിസിറ്റിയും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് കൊല്ലത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിയുടെ റിപ്പോർട്ട്സ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കും പുള്ളിയുടെ മകൾക്കും ഈ പ്രോഡക്റ്റ് ഏകദേശം 1.5 വർഷത്തോളം കഴിച്ചതിന് ശേഷം ലിംഫെഡിനിമ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ വന്ന മുഴകൾ അത് വ്യക്തമായിട്ട് പുള്ളി എനിക്ക് സ്കാൻ റിപ്പോർട്ട് അടക്കം അടച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവർ FNAC ഒക്കെ ചെയ്ത് അങ്ങനെ ഈ ലിംഫ് നോഡ്സ് എൻലാർജ്മെൻറ്റ് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചതിന് ശേഷമാണെന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല പുള്ളിക്ക് ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഡ്യൂറേഷനിൽ BP വളരെ കൂടുക, പിന്നെ യൂറിക് ആസിഡ് ലെവൽ കൂടുക, ഇങ്ങനെയുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണ് ഇത് കൊടുത്തിട്ട് ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നല്ല സാധനം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അതൊരിക്കലും ഒരു നല്ല സാധനമല്ല. അത് ഉപയോഗിക്കേണ്ട രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അതൊരു മെഡിസിനൽ പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ ഈ പറയുന്ന നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അതൊരു ഫുഡ് എന്നുള്ള രീതിയിൽ പറയുന്നതും ഇതിനകത്ത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഇത് കഴിച്ച് സൈഡ് എഫക്റ്റ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിനെ കവർ ചെയ്യാനായിട്ട്. അതായത് ഇത് കഴിച്ച് വരുന്ന സൈഡ് എഫക്റ്റിനെ കവർ ചെയ്യാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പഠിപ്പിക്കുന്നുണ്ട്. അത് സൈഡ് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു നോളജാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്ത് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താലും ആൻറ്റിബയോട്ടിക് തന്നെ പറയാം. ചില ആൾക്കാർക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴത്തേക്ക് നെഞ്ചരിച്ചിൽ വരാറുണ്ട്. അത് ഗ്യാസ്ട്രൈറ്റിസ് ആണ്. അത് ഈ പറയുന്ന ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു സൈഡ് എഫക്റ്റാണ്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് പാൻറ്റോപ്രസോൾ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാറുണ്ട്. അപ്പോൾ മെഡിസിൻ കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരു ഫുഡ് പ്രോഡക്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും അനുവദനീയമല്ല. അതായത് സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പം ചെറിയ സൈഡ് എഫക്റ്റ് ഒന്നുമല്ല, മാരക രീതിയിലുള്ള സൈഡ് എഫക്റ്റാണ്. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ക്ഷീണങ്ങൾ ഉണ്ടാവാറുണ്ട്, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തലകറക്കം ഉണ്ടാവാറുണ്ട്, ഉറക്കമില്ലായ്മ ഉണ്ടാവാറുണ്ട്, ഈ പറഞ്ഞ പോലെ ലൂസ് മോഷൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രോഡക്റ്റ് കഴിച്ചതിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ഈ ലിംഫ് നോഡ് എൻലാർജ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ക്യാൻസറിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ കഴിക്കുന്ന ഇപ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടും. എന്തോരം ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 13 വയസ്സുള്ള കുട്ടിക്കാണ് ഈ പറഞ്ഞ പോലെ ലിംഫെഡിമ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പ്രോഡക്റ്റ് കഴിച്ചതിന് ശേഷം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഒരിക്കലും ഇതിനെ മുഖം തിരിച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കമ്പനി നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇല്ലാത്ത മോഹവാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് നിങ്ങളെ ഇല്ലാത്തൊരു പ്രോഡക്റ്റിനെ വെച്ചിട്ട് അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുഡാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് നിങ്ങളെ വെച്ച് അവർ വിറ്റുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ഇത് കഴിച്ച് ലിവർ ടോക്സിസിറ്റി വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ വരെയുണ്ട്. മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പറ്റുമെങ്കിൽ നിങ്ങളിത് നിർത്തണം. അത് കാശ് മാത്രമല്ല എല്ലാം എന്ന് നിങ്ങളും കൂടെ മനസ്സിലാക്കണം. ഈ പ്രോഡക്റ്റ് അത്രയും ഡേഞ്ചറായിട്ടുള്ള പ്രോഡക്റ്റാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിലൊന്നും ഇതൊന്നും ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെക്കാനുള്ള ഒരു സാധ്യതയില്ലെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തിരിക്കുന്നു? ഹെർബാലൈഫ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ പഴുതുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നാളെ നിങ്ങൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ക്ലബ്ബിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി, അത് വലിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ കമ്പനി ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ തലയിൽ കൊണ്ട് വെച്ച് നിന്ന് നിങ്ങൾ ചെയ്ത രീതി ശരിയല്ല എന്നും അവരുടെ അറിവിൽ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ഒഴിഞ്ഞു മാറും. ശരിക്കും നിയമത്തിൻ്റെ കുരുക്കിൽ പെടാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അതേ ആർട്ടിക്കിളിൽ തന്നെ, ഈ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ അതേ ആർട്ടിക്കിളിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പരിശോധിച്ചാൽ മനസ്സിലാവും 2024 പോലും ഇതുപോലുള്ള ലിവർ ഇഞ്ചുറീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും ആരും വെറുതെ പറയുന്നതല്ല. ചിലപ്പോൾ ഈ പറഞ്ഞ ചില ആൾക്കാർ 10 വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്തോ മഹാഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യാത്തത് എന്തോ വലിയ ഭാഗ്യമാണെന്നേ പറയാൻ പറ്റൂ. കാരണം അത് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ വന്ന ആൾക്കാർ ഒട്ടനവധി. അത് കണക്കിൽ എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാർ ഇത് കഴിച്ച് പ്രശ്നമായിട്ടുള്ളവരുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് പ്രശ്നം വരാത്തവർ വളരെ ലക്കിയാണെന്നേ പറയാൻ പറ്റൂ. കാരണം ഇതൊന്നും മനുഷ്യ ശരീരത്തിൽ ഒരു നിത്യജീവിതത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഇതിൽ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ അനാവശ്യമായിട്ടുള്ള കുറേ ഹെർബൽസാണ് ഇതിനകത്തുള്ളത്. അത് അളവിലും ഈ പറഞ്ഞ പോലെ വ്യത്യാസമൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പ്രശ്നങ്ങളാണ് ആരോഗ്യത്തിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഫുഡായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാനേ പറ്റാത്തൊരു സാധനമാണ്. അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ അവരുടെ ബോഡി മനസ്സിലാക്കി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഡോക്ടേഴ്സ് വഴി. പക്ഷേ അതിന് മുന്നേ ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും വേണം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലേബലിൽ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, ഇതിനകത്തുള്ളത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് ഒത്തിരി കമ്പോണൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പല ഹെർബൽ സപ്ലിമെൻറ്റ്സിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റുകളാണ്. അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം സ്ലോലിയാണ്. ഒരു 2 months ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞ് 3 months നിർത്തി കഴിയുമ്പോഴാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പേഴ്സണലി എനിക്കും അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊന്നും വെറുതെ അല്ല, എല്ലാ കാര്യങ്ങളും കോറിലേറ്റ് ചെയ്ത് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളിത് ഈ സത്യാവസ്ഥയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളിത് ചെയ്യാനാണ് ഭാവമെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾക്കും വലുത് കാശായിരിക്കും. കാരണം ഈ കമ്പനിക്ക് വലുത് കാശാണ്. അല്ലാതെ ആരോഗ്യം നന്നാക്കണം എന്നുള്ള ആ ഒരു എയിമോട് കൂടെയൊന്നും അല്ല ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അത് അവർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെ അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നുണ്ട്. അല്ലാതെ പേഴ്സണൽ റിവെഞ്ച് വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സത്യാവസ്ഥ എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ്. കാരണം ഇത്രയും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കഴിക്കുന്നുണ്ടോ എന്ന് അറിയുമ്പോഴുള്ള ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ. ഇത് കഴിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പലർക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എനിക്ക് ഈ കൊല്ലത്തുനിന്ന് വന്നിട്ടുള്ള ഈ റിപ്പോർട്ട്. അതിന് ഏത് രീതിയിൽ ഇനി ഭാവിയിലോട്ട് പോകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എങ്ങനെയാവും? കാരണം ഇതിൽ വരുന്ന സൈഡ് എഫക്ട്സ് പലർക്കും പല രീതിയിലാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി ഇതിനെ റിയാക്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പം ഭാഗ്യം കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പം ബോഡി ഓട്ടോ റിക്കവർ ചെയ്ത് ഇത് നിർത്തിക്കഴിഞ്ഞ് ചിലപ്പം ബോഡി ഓട്ടോ റിക്കവർ ചെയ്യും. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടാവും നിങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ കമ്പനി ഒരിക്കലും നല്ലൊരു ഫുഡ് പ്രോഡക്റ്റ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ആരോഗ്യവും ഒത്തിരി പേരുടെ ആരോഗ്യം കൂടെ മനസ്സിലാക്കാനുള്ള ആ ഒരു നോളജ് ഇപ്പോൾ കിട്ടിയെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഏതെങ്കിലും വഴി ഗവൺമെൻറ് അറിയുകയും ഗവൺമെൻറ്റിൽ നല്ല ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ബാക്ക് ബോണുള്ള ആൾക്കാർ വന്ന് ഈ വലിയ മാഫിയക്കെതിരെ തിരിയുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറേ പേര് ഇത് മനസ്സിലാക്കി മാറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഇവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഓടിക്കാൻ പറ്റും. കാരണം അമേരിക്കയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് തടിതപ്പി വന്ന പോലെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവർ വലിയ മാർക്കറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ, അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നന്ദി.